ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇന്ന് നമ്മൾ പറയണത് 89-ാമത്തെ അധ്യായമാണ്. ദശമത്തിലുള്ള 89-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ പറയുന്നത് സരസ്വതിയുടെ തീരത്ത് ഉണ്ടായിരുന്ന കുറേ മഹർഷിമാർ, അവരവിടെ സരസ്വതി നദി തീരത്ത് തപസ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു സംശയമായി, ആർക്കാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ ഇവരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളത്, അതായത് സ്വാത്വിക ഗുണം ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ് എന്നൊന്ന് അന്വേഷിക്കണം, ഒന്ന് പരീക്ഷിക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെ അവർ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെ ഭൃഗു മഹർഷീനെ തീരുമാനിച്ചു. അപ്പോൾ ഭൃഗു മഹർഷിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഭൃഗു മഹർഷി വേഗം എന്ത് ചെയ്തു, ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് വന്നു. ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് ബ്രഹ്മാവിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് കയറിയിരുന്നു. അയാളെ മൈൻഡൊന്നും ചെയ്യുന്നില്ല ബ്രഹ്മാവിനെ. ഇത് കണ്ടപ്പോൾ ബ്രഹ്മാവിന് ദേഷ്യം വന്നു. കാരണം തൻ്റെ പുത്രനല്ലേ, അച്ഛനെ മൈൻഡ് ചെയ്യണ്ടേ, അച്ഛൻ കയറിയിരിക്കണോടത്തൊക്കെ കയറിയിരുന്ന് തോന്നിയതൊക്കെ കാണിക്കുക. അപ്പോൾ അതങ്ങോട്ട് കണ്ടപ്പോൾ ദേഷ്യം വന്ന് ബ്രഹ്മാവ് ദേഷ്യപ്പെട്ടിട്ട് അയാളെ അവിടുന്ന് തല്ലി ഓടിച്ചു. അവിടുന്ന് ഓടിച്ചപ്പോൾ ഒന്നും വേണ്ടിയില്ല, ഭൃഗു മഹർഷി നേരെ അവിടുന്ന് ഇറങ്ങിപ്പോയത് കൈലാസത്തിലേക്കാണ്. കൈലാസത്തിൽ ചെന്നപ്പോൾ മഹാദേവൻ അവിടെ നിൽക്കണം. വളരെ കാര്യമായിട്ട് ഭൃഗുവിനെ ഓടിച്ചെന്നങ്ങോട്ട് കെട്ടിപ്പിടിക്കാൻ വേണ്ടി പുറപ്പെട്ടു മഹാദേവൻ കെട്ടിപ്പിടിക്കാൻ പുറപ്പെട്ടു. ഇയാൾ പറഞ്ഞു, മാറിക്കൂടുന്നു, എന്നെ തൊടരുത്, ഈ വൃത്തികെട്ട വേഷമൊക്കെ കെട്ടിയിട്ടൊക്കെ വെയിൽ മുഴുവനെ എന്താ പറയുക ചൊടലോസമൊക്കെ ഇട്ടിട്ട് എന്നെ കെട്ടിപ്പിടിക്കാൻ വരിക, അങ്ങോട്ട് മാറിക്കൂറും. ഇത് കേട്ടതും മഹാദേവൻ ഇങ്ങോട്ട് വന്നു, ദേഷ്യം. മഹാദേവൻ ശൂലൊക്കെ എടുത്ത് കുത്താവുന്നപ്പോഴേക്കും പാർവതി ഓടി വന്ന് തോറ്റു എന്ന് പറയുന്നുണ്ട്. തോൽക്ക് മഹാദേവൻ എന്താ സംഭവം, ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു വെച്ചിട്ടേ ഉള്ളൂ. ആരെ? സരസ്വതി. ഇവിടെ വന്നിട്ടുണ്ട് ഒരാൾ പരീക്ഷിക്കാൻ, അങ്ങടാ പോണേന്ന് പറഞ്ഞു കേട്ടു. പരീക്ഷയിൽ ജയിച്ചോളോട്ടോ എന്ന് പറയാൻ വേണ്ടി മതിയായിരുന്നു. അപ്പോഴേക്കും ഇവിടെ ഒക്കെ കഴിഞ്ഞു, പരീക്ഷണം കഴിഞ്ഞു, അതുകൊണ്ട് തോറ്റു കേട്ടോ മഹാദേവ എന്ന് പറഞ്ഞു പാർവതി. അപ്പോഴാണ് മഹാദേവൻ എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ ഭൃഗുമഹർഷി ഒന്ന് നോക്കി ചിരിച്ചു. മഹാദേവനെയും പാർവതിനെയും കൂടി ഒന്ന് നോക്കി ചിരിച്ചിട്ട് അദ്ദേഹം ഇറങ്ങിപ്പോയി കഴിഞ്ഞ് നേരെ വൈകുണ്ഠത്തിൽ പോയപ്പോൾ അങ്ങേര് പിന്നെ നമ്മൾ അവിടെ കിടപ്പാണല്ലോ, ഓട്ടിച്ചെന്ന് മാറത്തിറട്ട ചവിട്ടിയോട് കൂടി ചാടി എണ്ണീട്ടിട്ട് ഭഗവാൻ ചോദിക്കുകയാണ്, കരിങ്കല്ലുമായിരുത്ത എൻ്റെ നെഞ്ഞത്ത് ചവിട്ടിയിട്ട് അങ്ങയുടെ താമരപ്പൂവുമായിരുത്ത പാദം വേദനിച്ചുവോ എന്ന് ചോദിച്ചിട്ട് ചാടി എണ്ണീറ്റ് വേഗം അദ്ദേഹത്തിനെ പൂജിക്കുകയൊക്കെ ചെയ്യുകയാണ്. കാല് കഴുകിക്കണു, പൂജിക്കണു ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഭൃഗുമഹർഷി പറയണത്, ഞാനിങ്ങനെ മഹാത്മാക്കൾ വരുമ്പോൾ കിടന്നുറങ്ങല്ല വേണ്ടേ, അതൊന്നും ചെയ്യാതെ കണ്ട് ഞാൻ കിടന്നുറങ്ങും ചെയ്തു, അതുപോട്ടെ, അത് എണ്ണീറ്റ് വരുമ്പോൾ പൂജിക്കേണ്ടതല്ലേ. അതിന് പുറമെ എൻ്റെ ഈ കല്ലുമായിരുത്തെ മാർത്ത് കൊണ്ടിട്ട് അങ്ങയുടെ പാദം വേദനിച്ചുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ തലോടി കൊടുത്ത് അദ്ദേഹത്തിന് വേണ്ട ഉപചാരങ്ങളൊക്കെ കൊടുത്ത് പോവുകയാണ്. അപ്പോൾ വേഗം മഹർഷി അവിടെ നിന്ന് പോയി. ഭൃഗുമഹർഷി പോയിട്ട് ഈ സരസ്വതി നദിയുടെ തീരത്ത് വന്നിട്ട് എല്ലാവരോടും ഈ കഥകളൊക്കെ വിസ്തരിച്ച് പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി മഹാവിഷ്ണുവിനാണ് ഏറ്റവും കൂടുതൽ സ്വാത്വിക ഗുണമുള്ളത്, ക്ഷമയുള്ളത് എന്ന് അവർക്ക് മനസ്സിലായി എന്നൊരു കഥ. പിന്നത്തെ ഒരു കഥ പറയുന്നത് സന്താനഗോപാലാണ്. സന്താനഗോപാലൻ കഥയിൽ എന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്കാരമുള്ള ആൾക്കാർ ആരെ സേവിച്ചാലും കുഴപ്പമില്ല. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സംസ്കാരം ഇല്ലാത്തൊരു പ്രകാസുരൻ്റെ കഥ കേട്ടു. ആരെ സേവിച്ചാലും കുഴപ്പമില്ല എന്നാണ് പറയണത്. അങ്ങനെ അർജുനൻ
എന്ത് ചെയ്തു, മഹാദേവൻ്റെ വലിയ ഭക്തനാണ് കേട്ടോ അർജുനൻ. കൃഷ്ണൻ അവരവരുടെ, അതായത് അമ്മാവൻ്റെ മകൻ, കൂട്ടുകാരൻ, അങ്ങനെയൊക്കെയുള്ള ഒരു ഭാവമാണ് അർജുനന് ഇപ്പോഴും. അല്ലാണ്ട് അങ്ങോട്ട് ബ്രഹ്മഭാവത്തിലേക്ക് കയറിയിട്ടില്ല അർജുനൻ. അതാണ് സംഭവമുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ മഹാദേവൻ്റെ വലിയ ഭക്തനാണ് ഇനി. അങ്ങനെ ഒരു ദിവസം ദ്വാരകയിലേക്ക് എപ്പോഴും പോകും. ദ്വാരകയിൽ ഒരു ദിവസം ഇരിക്കുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ ഒരു കുട്ടിയുടെ ശവം കൊണ്ട് അവിടെ വന്ന് നിന്നിട്ട് ഗംഭീരമായിട്ട് നിലവിളിക്കണു. കുറച്ച് കഴിഞ്ഞ് നിലവിളിയൊക്കെ കഴിഞ്ഞിട്ടേ കൃഷ്ണനെ നിർത്താതെ ചീത്തയാണ്. ആഹാ, ഈ കള്ളം കാരണമാണ് എൻ്റെ കുട്ടി ചത്തുപോയത് എന്നൊക്കെ പറഞ്ഞ് ഗംഭീര ചീത്ത. ഒരു രാജാവ് നേരാവണ്ണാണ് ഇരിക്കുന്നത്, നേരാവണ്ണം ഭരിക്കുകയാണെങ്കിൽ ബ്രാഹ്മണന്മാർക്കൊന്നും ഇങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും വരില്ല, ശിശുമരണം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഗംഭീര ചീത്ത. നീയും നേരാവണ്ണം ഭരിക്കാഞ്ഞിട്ടാണ് എടാ കള്ളാന്നും വിളിച്ച് ശിശുപാലൻ പറഞ്ഞതിനേക്കാൾ ഗംഭീര ചീത്ത. ഇത് കേട്ടു. അവിടെ എന്നാ ഇത് കേട്ടൂന്ന് ആ സദസ്സിലുള്ള ആരെങ്കിലും ഒന്നും മിണ്ടുക? ഏയ്, ഒരക്ഷരം മിണ്ടണാണ്ടില്ല. ഇതൊക്കെ കണ്ടപ്പോൾ അർജുനൻ അവിടെ ഇരിക്കുന്നുണ്ട്. അർജുനന് ഇതങ്ങോട്ട് പിടിച്ചില്ല. അർജുനൻ നേരെ ചെന്ന് ബ്രാഹ്മണനോട് വെച്ചത് എന്താ സംഭവം. അപ്പം പറഞ്ഞു, ഇങ്ങനെയാണ്, ഇത് എൻ്റെ 9ാമത്തെ ഉണ്ണിയാണ്. 9 ഉണ്ണികളായി എനിക്ക് മരിച്ചു പോണു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പറയാ, അവൻ ഇളകുണ്ട് അവിടെ ഇരുന്നിട്ട്. അവിടെ രാമൻ്റെ, കൃഷ്ണൻ്റെ, പ്രദ്യുമ്നൻ്റെ, അനിരുദ്ധൻ്റെ എല്ലാവരും ഉണ്ട്. ഒരാളെങ്കിലും ഒന്നും ഉണ്ട്? ഏയ് ഇല്ല. ഇവരുടെ ഭരണം ശരിയല്ലാത്തതുകൊണ്ടാണ്, ഇവന്മാർ കള്ളന്മാരാവുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് അർജുനനോട് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അർജുനൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അതേ, ഇനി ഒരു ഉണ്ണി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ രക്ഷിച്ചു തരും എന്ന് പറഞ്ഞു. ആഹാ, അങ്ങനെ താങ്കൾ രക്ഷിച്ചു തരുമോ? ഇവരൊക്കെ കൂട്ടാത്ത കൂട്ടാൻ താനാരാ? ഒരു ചോദ്യ ബ്രാഹ്മണൻ്റെ. പറഞ്ഞു, ഞാൻ ഇവരൊന്നല്ല, ഞാൻ അർജുനനല്ല, പ്രദ്യുമ്നല്ല, കൃഷ്ണനല്ല, ബലരാമനല്ല, അനിരുദ്ധനും ഒന്നും അല്ല. ഞാൻ അഹം അർജുനോ നാമ, ഞാൻ അർജുനനാണ്. ഗാണ്ഡീവം എൻ്റെ ധനുസ്സാണ്. അത് കിട്ടിയത് എങ്ങനെയാണെന്നറിയോ? പാശുപതാസ്ത്രം എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ എനിക്ക് കിട്ടിയത് എങ്ങനെയാണ്? മഹാദേവനെ തല്ലി തോൽപ്പിച്ചിട്ടാണ്. ഞാൻ ആരാന്നറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, അതൊക്കെ പോട്ടെ, ഇവിടെ തമ്മിൽ എന്താണാവോ എന്ന് ചോദിച്ചു. ദ്വാരകയിൽ വന്നിരിക്കുന്നത് പറഞ്ഞു, സുഭദ്രേനെ കല്യാണം കഴിച്ചിരിക്കുന്നത് ഞാനാണ്, കൃഷ്ണൻ്റെ അനീതിനെ കല്യാണം കഴിച്ചു. ആവൂ, ബ്രാഹ്മണന് സമാധാനമായി. അപ്പോൾ ചോദിച്ചു, ഉണ്ണീനെ തന്നില്ലെങ്കിലോ? ഉണ്ണീനെ തന്നില്ലെങ്കിൽ ഞാൻ തീ ചാടി ചത്തോളാം, സത്യം ചെയ്യാൻ പറഞ്ഞു. സത്യം ചെയ്തു. അർജുനൻ സത്യം ചെയ്തു കൊടുത്തു. ബ്രാഹ്മണന് സന്തോഷമായി. ബ്രാഹ്മണൻ വേഗം ബ്രാഹ്മണ പത്നിയുടെ അടുത്തേക്ക് പോയി. സാധാരണ എല്ലാ പ്രാവശ്യവും ഈ കുട്ടിയുടെ ശവം കൊണ്ട് കരഞ്ഞിട്ട്, ഈ പ്രാവശ്യം സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ബ്രാഹ്മണ പത്നിയോട് പറഞ്ഞു, നമ്മൾ രക്ഷപ്പെട്ടു, അടുത്ത ഉണ്ണീനെ എന്തായാലും നമുക്ക് കിട്ടും എന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അതെന്താ? അർജുനൻ സത്യം ചെയ്തിട്ടുണ്ട്. ഇക്കണ്ട കൃഷ്ണനും രാമനും എല്ലാവരും ഉണ്ടായിട്ട് അർജുന സത്യം ചെയ്തിട്ടാണോ നിങ്ങൾക്ക് ഇത്ര സന്തോഷം? ശ്രീകൃഷ്ണനൊന്നും പറഞ്ഞില്ലേ ചോദിച്ചു. ഇല്ല, കൃഷ്ണനൊന്നും പറഞ്ഞില്ല. കൃഷ്ണൻ പഴയമാരും ഉണ്ടാണ്ടിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ പറഞ്ഞു, അതെന്താ? ബ്രാഹ്മണനോട് ചോദിക്കുകയാണ്, അതെന്താ ചോദിക്കുകയാണ് ബ്രാഹ്മണി. പറയാ, ഈ അർജുനൻ എന്ന് പറയുന്നത് ആരാന്നറിയോ? സുഭദ്രയുടെ ഭർത്താവാണ്. അതുകൊണ്ട് സുഭദ്രയ്ക്ക് വൈധവ്യം വരുത്താനൊന്നും കൃഷ്ണന് ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ണിയെ കിട്ടുന്ന ഉറപ്പാണ് എന്നാണ് ബ്രാഹ്മണൻ പറഞ്ഞത്. അങ്ങനെ പിന്നെ അർജുനൻ പറഞ്ഞു, ഇനി കുട്ടി ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ വന്നോളൂട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ബ്രാഹ്മണൻ അവിടെ വന്നു. അപ്പോൾ നോക്കുമ്പോൾ സദസ്സിൽ അർജുനനും കൃഷ്ണനും കൂടി ഇന്ന് അവിടെ ഇരിക്കണ്ടേ, രണ്ടുപേരും ഒപ്പമായിരിക്കണേ. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അർജുനനെ വിളിച്ചു, കൃഷ്ണൻ കാണാണ്ട് വിളിക്കണം. അപ്പോൾ അർജുനനും അതെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അയാളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ബ്രാഹ്മണി ഗർഭിണിയായിട്ടുണ്ട്, അതുകൊണ്ട് വിവരം അറിയിക്കാൻ വന്നതാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് കുഴപ്പമില്ല, പ്രസവിക്കാറാകുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി പറഞ്ഞു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ ബ്രാഹ്മണനും അർജുനനും കൂടി കാണൽ തുടങ്ങി. ഓരോ വിശേഷങ്ങൾ, ഈ ബ്രാഹ്മണിയുടെ ഗർഭാവസ്ഥയെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ അവർ നെയ്യ് ജപിച്ചോളോ, വയറ് തൊട്ട് സംശയമായി ജപിച്ചോളോ, പഞ്ചാക്ഷരം നിർത്തരുത് ജപിച്ചോളോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നൊക്കെ അർജുനനും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതൊക്കെ അതേമാതിരിയൊക്കെ ബ്രാഹ്മണൻ ചെയ്യണമുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ ഗർഭം പരിപൂർണാവസ്ഥയിലായി തുടങ്ങിയപ്പോഴേക്കും ബ്രാഹ്മണന് പരിഭ്രമമായി. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ ഈ കൃഷ്ണൻ ചോദിക്കും, അല്ല അർജുന, നിൻ്റെ ഇടപാടുകാരൻ ബ്രാഹ്മണനാണല്ലോ വന്നിക്കണേ, ചെല്ലെ എന്നിങ്ങനെ പറയും. അപ്പോൾ എന്താ ഇടപാട്? ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും.
അത് കൃഷ്ണനെ അറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് അർജുനനും പറയും. ഓ ആയിക്കോട്ടെ, അന്നും വന്ന് വിളിച്ചു ഇയാൾ പരിഭ്രമിച്ചിട്ട് അന്നും കൃഷ്ണനും അർജുനനും കൂടി തന്നെയാണ് ഇരുന്നായിരുന്നത്. ഇവർ രണ്ടുപേരെയും അല്ലാണ്ട് ബ്രാഹ്മണൻ കണ്ടിട്ടില്ല, ഒരുമിച്ച് അല്ലാണ്ട് കണ്ടിട്ടില്ല. അപ്പോൾ പറഞ്ഞു, അവിടെ നിന്നിട്ട് വിളിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ കൃഷ്ണൻ പറഞ്ഞുടാ അർജുന, ദേ നിൻ്റെ ഇടപാടുകാരൻ അയാളതാ വന്നിക്കണു, ചെല്ലേ എന്ന് പറഞ്ഞു. അവിടെ ചെന്ന് സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു പ്രസവിക്കാറായി, വേഗം വരണം എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു വരുമ്പോൾ അകത്ത് പോയി അമ്പും വില്ലൊക്കെ എടുത്ത് തിരിച്ചു പോവുക. അപ്പോൾ ചോദിച്ചു ഭഗവാൻ, അല്ല അർജുന, നീ അമ്പും വില്ലൊക്കെ എടുത്തിട്ട് പോകണ്ടല്ലോ, ഇന്ന് ഞാൻ കൂടെ വേണ്ടേ? ആ ചോദ്യം അങ്ങോട്ട് കേട്ടോടുകൂടി അർജുനൻ ഇങ്ങനെ തകർന്നു എന്നുള്ളതാണ്. കാരണം ഇന്ന് വരെ അമ്പും വില്ലെടുത്ത് പോകുമ്പോൾ കൃഷ്ണൻ്റെ പോയിട്ടില്ല അർജുനനെ. കുറെ കാലമായിട്ട് ആ ദ്രോണരുടെ അടുത്ത് പഠിക്കുന്ന സമയത്ത് മാത്രമേ അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. അത് കഴിഞ്ഞ ശേഷം പിന്നെ കൃഷ്ണൻ ഇല്ലാണ്ട് അർജുനൻ എവിടെയും പോയിട്ടില്ല. അപ്പോൾ അർജുനൻ എന്നോട് ചോദിച്ചു, ഇന്നെന്താ ഞാൻ വരണ്ടേ കൂടെ എന്ന് ചോദിച്ചു. ഇപ്പോൾ പറഞ്ഞു വേണ്ട വേണ്ട ഇവിടെ ഇരുന്നോളൂ. പോകുമ്പോൾ പറഞ്ഞു അത്താഴം ഒപ്പാണ് പതിവ്. ഇപ്പോൾ പറഞ്ഞു ഇന്ന് അത്താഴത്തിന് എന്നെ കാക്കണ്ട കേട്ടോ എന്നും പറഞ്ഞ് അർജുനൻ ഒരു പോക്കും പോയി. ബ്രാഹ്മണൻ്റെ കൂടെ പോയി. അവിടെ പോയിട്ട് ശരകൂടം ഉണ്ടാക്കി അവിടെ വെച്ച് ബ്രാഹ്മണീനെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി പ്രസവിച്ചോളാൻ പറഞ്ഞു. അതായത് ഈ അർജുനൻ അറിയാതെ കണ്ട് ലോകത്തിലുള്ള ഒരു ശക്തിക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും പ്രവേശിക്കാൻ പറ്റില്ല. അതാണ് ഈ ശരകൂടം ഉണ്ടാക്കുക എന്ന് പറഞ്ഞ സംഭവം. അങ്ങനെ രക്ഷ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെയൊക്കെ ഉണ്ടാക്കി കുറച്ചങ്ങോട്ട് കഴിഞ്ഞില്ലേ, ബ്രാഹ്മണി പ്രസവിച്ചു, കുട്ടി ഉണ്ടായി എന്നങ്ങോട്ട് പറഞ്ഞതും അതിനേക്കാൾ ഇരട്ടി സ്പീഡിലാണ് ഉറക്ക നിലവിളിച്ചും കൊണ്ട് അവർ തന്നെ കുട്ടി പറന്നുപോയി ആകാശത്തേക്ക് എന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ടോടുകൂടി ബ്രാഹ്മണൻ ഇങ്ങോട്ട് വന്നു ദേഷ്യം. ബ്രാഹ്മണൻ ഒരു വരവാ, നീ എൻ്റെ കുട്ടിയെ രക്ഷിക്കാമെന്നും പറഞ്ഞിട്ട് ഇക്കണ്ട കാലം എനിക്കൊരു ശവെങ്കിലും കിട്ടിയിരുന്നു, ഇപ്പം അതും കൂടി ഇല്ല, കുട്ടി പറന്നു പോയി എന്നാ പറയണേ. നീയെ ഇത് രക്ഷിക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു ലാഭം ഉണ്ടായി, ഈ കുട്ടിയുടെ ശവസംസ്കാരം വേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതേതായാലും നന്നായിട്ടോ അർജുന എന്നും പറഞ്ഞ് അർജുനനെ ഇങ്ങോട്ട് ചീത്ത പറയില്ല, പോയി ചാടറ തീയില, നീയല്ലേ രക്ഷിക്കാന്ന് പറഞ്ഞെന്നും പറഞ്ഞ് ഉള്ള ചീത്ത മുഴുവൻ പറഞ്ഞ് അർജുനന് അവിടുന്ന് ചീത്ത പറഞ്ഞേക്കുക. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഒരു മിനിറ്റ് ക്ഷമിക്കൂ, ഞാനൊന്ന് നോക്കട്ടെ. അർജുനനും പല കഴിവുകളുള്ള ആളാണ്. അർജുനൻ നേരെ സ്വർഗത്തിൽ പോയി, യമൻ്റെ അടുത്ത് പോയി, എല്ലാ ദിക്കിലും പോയി നോക്കിയപ്പോഴും കുട്ടിയെ കണ്ടില്ല. അങ്ങനെ വരണ വഴിക്കാണ് ആ കൈലാസത്തിലും കൂടി ഒന്ന് പോയി നോക്കണോ എന്നങ്ങോട്ട് വിചാരിച്ചു. വേണ്ട, ആ കൈലാസത്തിലേക്ക് പോണ വഴിയിലെത്തിയപ്പം ഒന്ന് വിചാരിച്ചു, വേണ്ട എന്ന് തോന്നി. അവിടെ അങ്ങോട്ട് നമസ്കരിച്ചിട്ട് അർജുനൻ അങ്ങോട്ട് തിരിച്ചു പോന്നു. വേഗം അഗ്നി കൊണ്ടുണ്ടാക്കി അതിലേക്ക് അങ്ങോട്ട് ചാടാൻ പുറപ്പെടുക. പിന്നാക്കെ 4 അടി അങ്ങോട്ട് നടന്നിട്ട് ഓടി വന്ന് അങ്ങോട്ട് ചാടുക. അതിനു വേണ്ടി അങ്ങോട്ട് ചാടാൻ അങ്ങോട്ട് പുറപ്പെട്ടതും അർജുനനെ ഇങ്ങോട്ട് പിടിച്ചു ഭഗവാൻ. കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. വിടാനാ പറഞ്ഞായിരുന്നു. പിടിച്ചപടി മനസ്സിലായി, അർജുനന് മനസ്സിലായി കൃഷ്ണനാണെന്ന്. വിടാൻ പറഞ്ഞില്ലേ, ഞാൻ ചാടട്ടെ, ഞാൻ മരിക്കുകയാണ്. എൻ്റെ അർജുന, നീ എന്താ കാര്യം, എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ, ഞാൻ ചെയ്യില്ലേ. നീ ബ്രാഹ്മണന് കുട്ടീനെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്തോളൂ, കുട്ടീനെ കൊടുക്കല്ലേ വേണ്ടൂ, ഞാൻ തരാം, അത് കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുകയാണ്. അപ്പോൾ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അങ്ങക്ക് കണ്ട കാലം അവിടെ ഇരുന്നിട്ട് ഉണ്ടായില്ലല്ലോ, ചെയ്യാൻ പറ്റിയില്ലല്ലോ, വേണ്ട, ഞാൻ ചാടി ചത്തോളാം. എനിക്കൊരു കാര്യം അറിയാം, എന്ത്, എനിക്കിങ്ങനെ കൃഷ്ണനെ ചീത്ത പറയുന്നത് കേട്ടിട്ട് ഇരിക്കാൻ പറ്റില്ല. അതന്നെ, ഒന്നില്ലെങ്കിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്, എന്ത്, കുട്ടീനെ കൊണ്ടുടങ്ങാൻ പറ്റില്ല ഒന്നും വരില്ല. പക്ഷേ പറ്റിയാൽ നല്ല കാര്യം, ഇല്ലെങ്കിൽ ഈ ചീത്ത കേൾക്കാണ്ടിരിക്കാമല്ലോ, അതിനു വേണ്ടി ചാവാലോ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കേട്ടപ്പോഴാണ് കൃഷ്ണനും ഇങ്ങോട്ട് ഇതായത്. അങ്ങനെ കൃഷ്ണൻ എന്ത് ചെയ്തു, വരൂ എന്നും പറഞ്ഞ് അർജുനനെ തേരിൽ കയറ്റി ലോകാലോക പർവ്വതം കടന്ന് അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് പോകുമ്പോൾ അവിടെ കുറച്ച് ദൂരം എത്തിയപ്പോൾ നല്ല കൂരി ഇരുട്ടാണ്. ആ ഇരുട്ടിൽ കണ്ടില്ല കുതിരകൾക്ക്. അപ്പോൾ സുദർശനത്തിനെ വിളിച്ചു. സുദർശനം വെളിച്ചം കാണിച്ച് കുതിരകളുടെ മുമ്പിൽ പോയി. അങ്ങനെ അവർ സാക്ഷാൽ വൈകുണ്ഠത്തിലെത്തിയിട്ട് കാണുകയാണ് മഹാവിഷ്ണു അനന്തൻ്റെ പുറത്ത് കിടക്കണു. ഭൂമിദേവി മഹാലക്ഷ്മിയും
ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ കുട്ടികളാണെങ്കിൽ ഈ 10 അവിടെ കടന്ന് ഓടി കളിക്കുന്നുണ്ട്. ഒരു കുട്ടീനെ മഹാലക്ഷ്മി എടുത്തിട്ടുണ്ട്, ഒരു കുട്ടീനെ ഭൂമി ദേവിയും എടുത്തിട്ടുണ്ട്. കാരണം കൊച്ചു കുട്ടികളല്ലേ അവര്. ബാക്കിയുള്ളവരൊക്കെ ഈ പാമ്പിൻ്റെ ഇതിൻ്റെ മുകളിൽ കടന്ന് ഊഞ്ഞാലാടുക, ചാടിക്കളിക്കുക. ഓരോ കുട്ടികളും 10 കൊല്ലത്തിൽ വ്യത്യാസം ഉണ്ടല്ലോ കുട്ടികളെ. ഓരോ കുട്ടികൾക്കും ഓരോ പ്രായമല്ലേ. എല്ലാവരും അവിടെ കിടന്ന് ഓടിക്കളിക്കണു, ചാടിക്കളിക്കണു, ഭഗവാന്റെ മടിയിൽ കയറിയിരിക്കണു. പല രസമായിട്ട് ഇതിങ്ങനെ കണ്ടു. അർജുനൻ വേഗം അങ്ങോട്ട് നമസ്കരിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഭഗവാനെ ഇങ്ങോട്ട് കണ്ടതും ആ മഹാവിഷ്ണു എന്ത് ചെയ്തു, വേഗം ചാടി ഇങ്ങോട്ട് എണ്ണീറ്റു. കാരണം ഭഗവാനെ നമസ്കരിക്കാൻ. ഇപ്പം ഭഗവാൻ പിന്നെ ഇത് കാണിക്കണ്ട, വേണ്ട വേണ്ട അവിടെ ഇരുന്നോളൂ, ആ പട്ടി ഇരുന്നോളൂ. കാരണം ഇവനെയും കൊണ്ടാ വന്നിരിക്കണേ, ഈ അർജുനെയും കൊണ്ടാ വന്നിരിക്കണേ. അങ്ങനെ അവിടെ ഇരുന്നോളൂ. അപ്പോൾ പൂന്താനം പറയാണ്, കള്ളനെ കളവുള്ളതറിയാവൂ, ഉള്ളുകൊണ്ടോ തിരിച്ചാനിരുവരും. കള്ളന്മാർക്കല്ലേ കള്ളത്തരം അറിയുള്ളൂ. 2 കള്ളന്മാരും കൂടിയാലല്ലേ ആ കള്ളത്തരം അറിയുള്ളൂ. ഒരു ഉള്ളു കൊണ്ട് ചിരിച്ചു രണ്ടാളും. എന്നിട്ട് വേഗം അർജുനൻ കാണത്തക്ക വിധത്തിൽ മഹാവിഷ്ണുവിന് ഒരു നമസ്കാരം കൃഷ്ണൻ്റെ വക. അപ്പോൾ വേഗം പറഞ്ഞു, മഹാവിഷ്ണു പറഞ്ഞു, നിങ്ങളെ 2 പേരെയും ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞു. അതാണ് ആ എണ്ണീക്കണ രൂപമാണ് പൂർണ്ണത്രയീശനായിട്ട് അവിടെ ഇരിക്കണത് ഭഗവാൻ. അപ്പോൾ പറയാണ്, ആ പൂർണ്ണത്രയീശനായിരിക്കുന്ന ഭഗവാനെ കാണിച്ചു കൊടുക്കുകയാണ് അർജുനന്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ഭൂമിയൊക്കെ ചേരാവണ്ണം പരിപാലിക്കുന്നില്ലേ, ഭൂഭാരമൊക്കെ തീർത്തില്ലേ, അതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. ആ കുട്ടികളെയൊക്കെ തരാം. അപ്പോൾ ഭൂമിദേവി പറഞ്ഞു, ആ കുട്ടീനെ ഞാൻ തന്നെയാണ് കൊണ്ടുവന്നത്, അതുകൊണ്ടാണ് നമുക്ക് പിടിക്കാൻ പറ്റാഞ്ഞ് എന്ന് അർജുനനോട് പറഞ്ഞ് ആ 10 ഉണ്ണികളെ ഇനി അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ 10 ഉണ്ണികളെയും കൊണ്ട് അങ്ങോട്ട് രഥം ഓടിച്ചു പോയിരുന്നത് കൃഷ്ണനാണ്. ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞു, ഈ ഉണ്ണികളെയൊക്കെ അങ്ങോട്ട് തന്നോ, ഞാൻ നോക്കിക്കോളാം. നിനക്ക് വല്ല കുട്ടികളെ നോക്കിയിട്ട് വല്ല ശീലം ഉണ്ടാവും, കുട്ടികളെയൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ രഥം ഓടിച്ചോ എന്ന് പറഞ്ഞ് അർജുനനാണ് ഇങ്ങോട്ട് പോരുമ്പോൾ രഥം ഓടിച്ചു കൊണ്ടുവന്നിട്ട് നേരെ ബ്രാഹ്മണൻ്റെ അടുത്ത് എത്തി. അവിടെ എത്തിയിട്ട് പറഞ്ഞു, പോയി വിളിക്കേ. അർജുനനോട് പറഞ്ഞു, പോയി വിളിച്ചുകൊണ്ട് വാ ബ്രാഹ്മണനെ എന്ന് പറഞ്ഞു. അർജുനൻ നോക്കിൻ്റെ കൃഷ്ണനെ. അവിടെ ചെന്ന് വാലിക്ക് മുട്ടി. ബ്രാഹ്മണൻ പുറത്തേക്ക്, നീ ചത്തില്ല ഇതുവരെ, എന്തേതാവാന്? ബ്രാഹ്മണൻ ഇങ്ങോട്ട് വന്നപ്പോൾ ആദ്യത്തെ ചോദ്യതാണ്. അർജുനൻ നിന്നിങ്ങനെ വർക്കുന്നുണ്ട്. കാരണം ചാവാൻ വേണ്ടി പോയതാണ്. അതല്ല, ഒരു കാര്യം പറയട്ടെ, നീ ഒരു കാര്യം പറയണ്ട, ആദ്യം നീ ചാവ്, പറഞ്ഞ വാക്ക് പാലിക്കുക. ആദ്യം കുട്ടീനെ തരാന്ന് പറഞ്ഞു, തന്നില്ലേ, വേണ്ട, എന്നാൽ നീ പോയി ചാവെങ്കിലും ചെയ്യുന്നുണ്ട് ബ്രാഹ്മണൻ്റെ വക ആദ്യം ചീത്ത. അപ്പോൾ പറഞ്ഞു, നിർത്തൂ, ഒരു കാര്യം ഞാനൊന്ന് പറയട്ടെ. എന്താന്ന് ചോദിച്ചു, കൃഷ്ണൻ വിളിക്കുന്നുണ്ട്. കൃഷ്ണൻ വിളിക്കണ്ടോ, എന്നാൽ ഞാൻ ഇതാ വരുന്നു എന്നും പറഞ്ഞിട്ട് അർജുനനും ബ്രാഹ്മണനും കൂടി ആ തേരിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴേക്കും ഭഗവാൻ അവിടെ ചെന്നപ്പോൾ അർജുനനെ കൊണ്ട് ഈ ബ്രാഹ്മണന് ഈ 10 ഉണ്ണികൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാ, അവസാനത്തെ ഉണ്ണി കൊടുക്കുമ്പോൾ പറയാണ്, ബ്രാഹ്മണ, എൻ്റെ അർജുനൻ ഇവനെ തരാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ, അങ്ങേക്കിതാ 10 ഉണ്ണികളെയും ഞാൻ തന്നിരിക്കണു എന്ന് പറഞ്ഞു. അവിടുന്ന് ആ ബ്രാഹ്മണൻ ഉണ്ണികളെയൊക്കെ ബ്രാഹ്മണീനെ ഏൽപ്പിച്ചിട്ട് അർജുനോട് പറഞ്ഞു, നീ നന്നായി വരൂട്ടോ എന്ന് പറഞ്ഞ് ബ്രാഹ്മണൻ്റെ വക ഒരു അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് അർജുനന്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് 2 കൈയും കൂടിയിട്ടാണ് ഭഗവാന്റെ തലയിലങ്ങോട്ട് വെച്ചിട്ട് അനുഗ്രഹിക്കുകയാണ് ബ്രാഹ്മണൻ. ഇങ്ങനെ 1ന് 10 കണ്ട് എല്ലാവർക്കും കൊടുത്ത് അനുഗ്രഹിക്കണം കേട്ടോ എന്നും പറഞ്ഞിട്ടാണ് ഭഗവാനെ അനുഗ്രഹിക്കണത്. ഭഗവാൻ അത് ശിരസ തലയിലേറ്റിന്ന് തന്നെയേ പറയുള്ളൂ. ആ കാര്യം ഇപ്പോഴും ഗുരുവായൂരപ്പൻ അത് അതേമാതിരി കൊണ്ട് നടക്കുകയാണ്. ഒന്നാഗ്രഹിച്ചാൽ 10 തന്നും കൊണ്ട് ഭഗവാൻ എല്ലാവരെയും, ഗുരുവായൂരപ്പൻ എല്ലാവരെയും അനുഗ്രഹിച്ചും കൊണ്ട് തന്നെയാണ് ഇരിക്കണേ. അങ്ങനെ ആ സമയത്താണ് അർജുനനെ തിരിച്ച് ദ്വാരകയിലേക്ക് ഒരു പോക്കുണ്ട്. അർജുനനും കൃഷ്ണനും കൂടിയിട്ട് കൃഷ്ണൻ തേര് കളിക്കുന്നുണ്ട്, അർജുനൻ അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് അർജുനന് മനസ്സിലാവുക, എന്ത്, താനൊറ്റയ്ക്ക് ഒന്നും വിചാരിച്ചിട്ടൊരു കാര്യവുമില്ല, ഭഗവാൻ കൂടെയില്ലെങ്കിൽ എന്ന് അർജുനൻ അങ്ങോട്ട് മനസ്സിലാവുകയാണ്. ഏവം കൃഷ്ണാനുകമ്പിതം എന്ന് അർജുനന് മനസ്സിലാവും. ഭഗവാൻ വിചാരിക്കണ കാര്യമല്ലാണ്ട് വേറെ ഒരു കാര്യവും നടക്കില്ല എന്നുള്ള വിവരം അർജുനന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഇത്. അങ്ങനെയാണ് ഈ അധ്യായം ഇവിടെ
അവസാനിക്കണം. അങ്ങനെ സന്താനഗോപാലം എന്ന് പറഞ്ഞുള്ള അധ്യായം പൂർണ്ണത്രയീക്ഷണെ കണ്ടു തൊഴലും ഒക്കെ നമ്മുടെ ഇന്ന് കഴിഞ്ഞു. അങ്ങനെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അധ്യായത്തോടു കൂടി ദശമം അവസാനിക്കുകയാണ്. 90 അധ്യായമാണുള്ളത്. അത് കഴിഞ്ഞാൽ ഏകാദശം തുടങ്ങുകയാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.